ഒമേഗ 3 ഫാറ്റി ആസിഡ് ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇന്ന് നിങ്ങൾക്കറിയാവില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കരളിന് ഗുണകരമാണ് എന്നുള്ളതും നമ്മുടെ രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ് വേണം. എന്നാൽ അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, തലച്ചോറിന്റെ ആരോഗ്യത്തിന്, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒമേഗ 3 ഫാറ്റി ആസിഡ് തന്നെ. അതോടൊപ്പം നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന്, ചെറുപ്പം നിലനിർത്തുന്നതിന്, യുവത്വം പിടിച്ചു നിർത്തുന്നതിന് എല്ലാം ഒമേഗ 3 ഫാറ്റി ആസിഡ് വേണം. പലപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് എവിടെ നിന്ന് കിട്ടും, ഞാൻ മീൻ കഴിക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും ഇതിനു വേണ്ടിയിട്ട് ഈ ഫിഷ് ഓയിലിന്റെ പുറകെ, ഒമേഗ 3 ക്യാപ്സ്യൂളിന്റെ പുറകെ പോകുന്നവരുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമില്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വെജിറ്റേറിയൻസിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടാനുള്ള വഴിയുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് പോലുള്ളവ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചിയാ സീഡ് ദിവസവും 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾ ഒരു അര ഗ്ലാസ് മോരും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടും. അതേപോലെ നട്ട്സിനകത്ത് ബദാം, വാൽനട്ട് പോലുള്ളവ പതിവായിട്ട് ഉൾപ്പെടുത്തുക. ഹെമ്പ് സീഡ്സ്, ചെറു ചണവിത്തിനകത്ത്, പ്രത്യേകിച്ച് ചണവിത്തിനകത്ത് എല്ലാം തന്നെ ഉയർന്ന അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒലിവ് ഓയിൽ, പ്രത്യേകിച്ച് വെർജിൻ ഒലിവ് ഓയിൽ നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ചേർത്ത് കഴിക്കുക. നിങ്ങൾ പച്ചക്കറി സാലഡ് എല്ലാം അരിഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ദിവസവും കഴിച്ചു നോക്കുക. അതും നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടാൻ സഹായിക്കും. ഇത് എല്ലാ വെജിറ്റേറിയൻസിന്റെ അളവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറയുന്നതിന്റെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്.